കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളാണ് സൗദി അറേബ്യയിൽ നിന്നും ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. സൗദി അറേബ്യയിൽ വരും ദിവസങ്ങളിലും പല മേഖലകളിലും ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. താപനിലയിലും കാര്യമായിട്ടുള്ള കുറവുണ്ടാകും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം ഇപ്പോൾ പറയുന്നത്. തിങ്കളാഴ്ച, അതായത് ഇന്നലെ പല മേഖലകളിലും കാര്യമായിട്ടുള്ള മഴ പെയ്തിരുന്നു. മക്കയിലും ജിദ്ദയിലും അബഹ, ജിസാൻ, അൽബാഹ തുടങ്ങിയ മിക്ക മേഖലകളിലും ശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. ജിദ്ദയിലും മക്കയിലും ഒക്കെ വെള്ളപ്പാച്ചിലിനും വെള്ളം കയറുന്നതിലേക്കും ഒക്കെ നയിക്കുന്ന തരത്തിലായിരുന്നു മഴ പെയ്തത്. വരും ദിവസങ്ങളിലും മഴ തുടരും ഇതേ രീതിയിലെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം ഇപ്പോൾ പറയുന്നത്. ജിദ്ദയിലെ അൽഹംറ, റുവൈസ്, ഖാലിദ് ബിൻ വാലിദ് തുടങ്ങിയ മേഖലകളിൽ കനത്ത മഴയാണ് പെയ്തത്. പല മേഖലകളിലും ആകാശം മൂടിക്കെട്ടിയൊരു അവസ്ഥയിലാണ്. ഇനി ഡിസംബർ 1 ശൈത്യകാലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കുകയെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. താപനിലയിലും കാര്യമായിട്ടുള്ള കുറവ് അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ഇപ്പോ ഒരു 0 ഡിഗ്രി സെൽഷ്യസിനോട് അടുത്ത താപനില എന്ന് പറയുന്നത് തുറൈഫിലും അൽഖുറയാത്തിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റിയാദിൽ വാരാന്ത്യത്തോടെ താപനില 9 ഡിഗ്രി സെൽഷ്യസ് ആയി മാറും എന്നുള്ളൊരു കാര്യം കൂടി അധികൃതർ പറയുന്നുണ്ട്. ചുരുക്കത്തില് വ്യാപകമായിട്ടുള്ള കാലാവസ്ഥാ മാറ്റത്തിന്റെ സമയത്തോടെയാണ് സൗദി അറേബ്യയിലെ കാര്യങ്ങൾ പോകുന്നത്. മിക്ക മേഖലകളിലും വരും ദിവസങ്ങളിൽ മഴയുണ്ടാവും. താപനിലയിലും വരും ദിവസങ്ങളിൽ കാര്യമായിട്ടുള്ള കുറവ് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്.